ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലത്തെ വിശേഷമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ അടുക്കളയ്ക്ക് കയറിയിട്ട് ആദ്യം കട്ടൻ ചായയാണ് കേട്ടോ ഉണ്ടാക്കിയത്. കട്ടൻ ചായ ഉണ്ടാക്കി അതിന് ശേഷം ഇപ്പുറത്ത് തന്നെ ഇച്ചുക്കുട്ടിന് കുടിക്കാനുള്ള വെള്ളം ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് വെള്ളപ്പമാണ് കേട്ടോ. അപ്പോൾ വെള്ളപ്പമൊക്കെ ഉണ്ടാക്കി വെക്കണ മുന്നേ തന്നെ ചട്നി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഇതാ ചട്നി ഉണ്ടാക്കാനുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നും പച്ചമുളകൊക്കെ അരച്ചിട്ടാണ് കേട്ടോ ഒന്ന് ചട്നി. ചില ദിവസം മുളക് പൊടി ഇട്ടിട്ട് ഉണ്ടാക്കും, ഇല്ലയെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇട്ടിട്ട്. അതൊക്കെ ഓരോ മൂഡിനനുസരിച്ച്. രാവിലെ എന്തുണ്ടാക്കണം വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞാൻ തലേ ദിവസമൊന്നും ആലോചിച്ച് വെക്കൊന്നുമില്ല. ഞാൻ എണീക്കുമ്പോൾ എന്തുണ്ടാക്കാൻ തോന്നണോ അപ്പം അതുണ്ടാക്കും. ചില ദിവസങ്ങളിൽ തലേ ദിവസം ആലോചിച്ച് മാവൊക്കെ ആട്ടി വയ്ക്കും കേട്ടോ. അങ്ങനെ ഒന്ന് ആട്ടി വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് വെള്ളപ്പം ഉണ്ടാക്കുന്നത്. ആ സമയം കൊണ്ട് ഇതാ ഇച്ചുക്കുട്ടൻ്റെ വെള്ളമൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അത് ചൂടാറിയപ്പോൾ ഇച്ചുക്കുട്ടൻ്റെ ബോട്ടിലാക്കി ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. അതാകുമ്പോൾ അവ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിച്ചോളും. അങ്ങനെ ഇതാ വെള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ വെള്ളപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ എത്ര കറികളുണ്ടെങ്കിലും ഏട്ടന് എന്തെങ്കിലും ചെറിയൊരു ചമ്മന്തി വേണം കേട്ടോ. നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എനിക്ക് പറ്റുന്ന ദിവസങ്ങളിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പക്ഷെ മൂഡിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ. ചിലപ്പോൾ തക്കാളി ചമ്മന്തി, ചിലപ്പോൾ ഉള്ളിച്ചമ്മന്തി. അപ്പോൾ ഇന്നൊരു മൂഡില്ലാത്ത ദിവസമായതുകൊണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു ഉള്ളിച്ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് പുളിങ്ങി ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റാണ്, കുഴപ്പമൊന്നുമില്ല. തട്ടിക്കൂട്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ചമ്മന്തിയാണ് കേട്ടോ. അങ്ങനെ ചമ്മന്തിയൊക്കെ ആയി. ചമ്മന്തിയും ചട്നിയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ രാവിലത്തെ ചായ കൂടി കഴിഞ്ഞു കേട്ടോ. ചായ കൂടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇച്ചുക്കുട്ടനും കൊടുത്തു. ഇച്ചുക്കുട്ടൻ വെള്ളപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവന് ഓരോ മൂടാണ് കേട്ടോ. അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവന് ഞാൻ കഴിക്കാത്ത ടൈമിൽ ഓട്സോ കഞ്ഞിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അവൻ ഒറ്റയ്ക്ക് സ്പൂൺ കൊണ്ട് കോരി കുടിപ്പിച്ചതാണ് കേട്ടോ ഞാൻ. എന്തായാലും സക്സസ് ആയിട്ടുണ്ട്, അവൻ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇച്ചുക്കുട്ടന് പുതിയ ഡ്രസ്സുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് എനിക്ക് കാണിച്ചു തരികയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.